ഹരേ കൃഷ്ണ. എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം. എല്ലാവർക്കും രാധേശ്യാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വൈശാഖ മാസമാണ് വരുന്നത്. കോടി പുണ്യം നൽകുന്ന വൈശാഖ മാസം 2026 ഏപ്രിൽ 18 ആരംഭിച്ച് മെയ് 16 അവസാനിക്കുന്നു. എന്താണ് വൈശാഖ മാസത്തിൻ്റെ പ്രാധാന്യം എന്നും അത് എങ്ങനെ ആചരിക്കണമെന്നും നമുക്ക് നോക്കാം. വൈശാഖ മാസം മാധവമാസം എന്ന പേരിലും അറിയപ്പെടുന്നു. വിഷ്ണു ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് വൈശാഖ മാസവും ദാമോദര മാസവും. ഈ മാസത്തിൽ വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. സർവ വിദ്യകളിലും ശ്രേഷ്ഠം വേദം, സർവ മന്ത്രങ്ങളിലും ശ്രേഷ്ഠമാണ് പ്രണവമന്ത്രം, സർവ വൃക്ഷങ്ങളിലും ശ്രേഷ്ഠമാണ് കൽപ്പവൃക്ഷം, സർവ പക്ഷികളിലും ശ്രേഷ്ഠമാണ് ഗരുഡൻ, സർവ നദികളിലും ശ്രേഷ്ഠമാണ് ഗംഗ, സർവരത്നങ്ങളിലും ശ്രേഷ്ഠമാണ് കൗസ്തുഭരത്നം. അതുപോലെ എല്ലാ മാസങ്ങളിലും ശ്രേഷ്ഠമാണ് വൈശാഖ മാസം. ഇതിൽ നിന്ന് തന്നെ ഈ മാസത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലായി കാണുമല്ലോ. ഈ മാസത്തിൽ നാം പ്രധാനമായും അനുഷ്ഠിക്കേണ്ടത് പ്രാതസ്നാനമാണ്. അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ഒരു 4 മണിക്ക് എഴുന്നേൽക്കുക. 4:30 കുളിച്ച് ഭഗവാന് നെയ്ദീപം കൊളുത്തി നാരായണീയം, ഭാഗവതം, വൈശാഖ മാഹാത്മ്യം, വിഷ്ണു സഹസ്രനാമം എന്നിവ പാരായണം ചെയ്യാം. ഹരേ കൃഷ്ണ മഹാമന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. ഈ മാസത്തിൽ പ്രാതസ്നാനം ചെയ്താൽ സർവ്വതീർത്ഥങ്ങളിലും കുളിച്ചതിൻ്റെ ഫലമാണ് നമുക്ക് ലഭിക്കുക. ഈ ഒരു മാസം ബ്രഹ്മമുഹൂർത്ത സമയത്ത് കുളിച്ചാൽ ഗംഗാ നദി മുതൽ മറ്റു എല്ലാ പുണ്യനദികളിലും കുളിച്ച ഫലമാണ് നമുക്ക് ലഭിക്കുക. അതായത് ഈ സമയം എല്ലാ ജലാശയത്തിലും സർവ്വ പുണ്യ നദികളിലെയും സാന്നിധ്യം ഉണ്ടായിരിക്കും എന്നാണ് വിശ്വാസം. ഈ മാസത്തിൻ്റെ വ്രതരീതി ഒരിക്കൽ മാത്രം അരിയാഹാരവും മറ്റ് 2 നേരങ്ങളിൽ മറ്റ് ധാന്യങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും കഴിക്കാം. ഈ വൈശാഖ മാസം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഏറ്റവും ഉത്തമമാണ്. ഈ വ്രതം പ്രാതസ്നാനം ചെയ്ത് നമുക്ക് കഴിയുന്ന രീതിയിൽ അനുഷ്ഠിച്ചാൽ 10,000 അശ്വമേധയാഗം ചെയ്ത ഫലമാണ് ലഭിക്കുക. അതോടൊപ്പം ഐശ്വര്യം, സമ്പത്ത്, രോഗമുക്തി എന്നിവയും ഫലമാണ്. ഗുരുവായൂർ ക്ഷേത്രം മുതൽ എല്ലാ വൈഷ്ണവ ക്ഷേത്രങ്ങളിലും ഈ മാസം വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് നാരദ മഹർഷിക്ക് വൈശാഖ മാസത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. ഭഗവാൻ ഇപ്രകാരം പറയുന്നു: എന്നെ പൂജിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാസങ്ങളാണ് ദാമോദര മാസവും മാധവ മാസവും, അതായത് വൈശാഖ മാസവും. വൈഷ്ണവ ക്ഷേത്ര ദർശനത്തിനും ഭഗവത് ഭജനത്തിനും ഭഗവത് ധ്യാനത്തിനും ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് വൈശാഖ മാസം. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം വളരെ പുണ്യം നേടിത്തരുന്നതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ വേഷപ്രച്ഛന്നനായി ഓരോ ഭക്തൻ്റെയും അരികിലെത്തും എന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മെ തേടിയെത്തുന്ന ഓരോ അതിഥിയിലും നമ്മൾ ഭഗവാനെ ദർശിക്കുകയും അതിഥിയെ വേണ്ട വിധം സൽക്കരിക്കുകയും ചെയ്യണം. അല്ലെങ്കിലും ഭാരതധർമ്മമനുസരിച്ച് അതിഥി ദേവോ ഭവ, നമ്മൾ അതിഥികളെ വളരെയധികം സൽക്കരിക്കുന്നവരാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരെയധികം ലീലകളാടിയ മാസങ്ങളാണ് ദാമോദര മാസവും മാധവ മാസവും. പല ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ഭഗവാനെയും രാധാറാണിയെയും അലങ്കരിച്ച് വള്ളത്തിൽ നദിയിലൂടെ ചുറ്റിക്കറങ്ങുന്നു. ഈ മാസത്തിലാണ് ഭഗവാനും ഗോപികമാരും ലീലകളാടിയ മാസമെന്നും വിശ്വസിക്കപ്പെടുന്നു. എല്ലാ വിഷ്ണു ക്ഷേത്രത്തിലും ഭഗവാനെ ചന്ദനം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഭഗവാനെ തണുപ്പിക്കുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് വിശ്വാസം. ഈ മാസത്തിലെ ദാനധർമ്മങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ജലദാനം, അന്നദാനം, ചൂടിൽ നിന്ന് സംരക്ഷണത്തിനായി കുട, ചെരുപ്പ്, വിശറി എന്നിവ ആവശ്യക്കാർക്ക് ദാനം ചെയ്യുന്നതും വളരെ പുണ്യമാണ്. ഈ പുണ്യമാസത്തിൽ മിതമായി വെജിറ്റേറിയൻ ഫുഡ് കഴിച്ച് ഭക്തർക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുക,
ഭഗവത് നാമജപം, സപ്താഹങ്ങളിൽ പങ്കെടുക്കുക എന്നിവയും വളരെ ശ്രേയസ്കരമാണ്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഭഗവാൻ സാധിച്ചു തരുന്ന പുണ്യമാസമാണ് വൈശാഖമാസം. ഈ മാസത്തെ സ്നാനം, ധ്യാനം, ജപം ഇവയ്ക്കെല്ലാം കോടി പുണ്യമാണ് ലഭിക്കുന്നത്. ഈ മാസത്തിലെ ബ്രഹ്മമുഹൂർത്ത സ്നാനത്തിൽ മാത്രമേ ഗംഗ തുടങ്ങിയ പുണ്യ നദികളിലെ സാന്നിധ്യം നമ്മുടെ വീടുകളിലെ ജലാശയത്തിനും ഉണ്ടായിരിക്കും. ഈ പുണ്യതീർത്ഥങ്ങൾ സംഗമിക്കുന്ന പുണ്യജലത്തിൽ കുളിക്കുന്ന നമ്മുടെ പാപങ്ങളെല്ലാം നശിക്കുന്നു, രോഗങ്ങളെല്ലാം മാറുന്നു, ശരീരത്തിന് ഉണർവും ഉന്മേഷവും ലഭിക്കുന്നു. രാവിലെ കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും അലങ്കരിച്ച് നെയ്ദീപം കൊളുത്തി ഭഗവാന് നിവേദ്യം സമർപ്പിച്ച് ആ നിവേദ്യത്തിൻ്റെ കൂടെ തുളസിയിലയും സമർപ്പിക്കുക. ഭഗവാനെ തുളസിയില കൊണ്ട് അർച്ചന ചെയ്യുക. 3 സന്ധ്യകളിലും ഭഗവാന് ദീപം കൊളുത്തി ഭഗവത് നാമങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കുക. ഈ മാസത്തിലാണ് അക്ഷയ തൃതീയ, ശ്രീ ശങ്കര ജയന്തി, ശുക്ലപക്ഷ ഏകാദശി, കൂർമാവതാരം, വാമനാവതാരം, ശ്രീ നരസിംഹാവതാരം, പരശുരാമാവതാരം, ഗുരുപൂർണിമ എന്നീ പുണ്യദിനങ്ങൾ വരുന്നത്. ഈ വൈശാഖ മാസ വ്രതത്തിന് കഠിന വ്രതനിഷ്ഠകൾ യാതൊന്നും തന്നെയില്ല. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. വെജിറ്റേറിയനായിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. 1 മാസം എല്ലാവരും വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുക. വൈശാഖ മാസത്തെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വൈശാഖ മാസ വ്രതം അനുഷ്ഠിക്കുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.